എന്താണ് ഡയറക്റ്റ് സെല്ലിംഗ്, എന്താണ് മണി ചെയിൻ, ഇത് രണ്ടും വളരെ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികളെ പറ്റി വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ നമുക്ക് അതെന്താണെന്ന് ആദ്യം മനസ്സിലാക്കാം. എന്താണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ഞാനൊരു പ്രൊഡക്റ്റ് തുടങ്ങുന്നു എന്ന് വിചാരിക്കുക. ഞാനൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു. ആ കമ്പനിയുടെ ഉദ്ദേശം ഒരു പ്രൊഡക്റ്റ് വിൽക്കലാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് സാനിറ്റൈസർ വിൽക്കുന്ന ഒരു കമ്പനിയാണ് എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കമ്പനിയെ സംബന്ധിച്ച് ഇത് പ്രൊഡക്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം ഈ ഒരു പ്രൊഡക്റ്റ് സ്റ്റോറിൽ ഇരുന്നാൽ പോരാ, നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രൊഡക്റ്റുകളെ ഓരോ ഷോപ്പുകളിലേക്ക് എത്തിക്കണം, അൾട്ടിമേറ്റ്ലി കൺസ്യൂമേഴ്സിന്റെ കയ്യിലേക്ക് എത്തിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഒരുപാട് എക്സ്പെൻസസ് വരുന്നുണ്ട്. നമുക്ക് അഡ്വർടൈസ്മെന്റ് കൊടുക്കേണ്ടതായിട്ട് വരുന്നു, നമ്മൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ കണ്ടുപിടിക്കണം, അതുപോലെ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വരുന്നുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള കോസ്റ്റാണ് ഇവിടെ ഇൻവോൾവ് ആവുന്നത്. അപ്പോൾ ഒരു ചെറിയ എമൗണ്ടിന് ഉണ്ടാക്കിയ ഒരു സാനിറ്റൈസറിനെ അവസാനത്തെ എൻഡ് കസ്റ്റമറിനെ അല്ലെങ്കിൽ കൺസ്യൂമറിന്റെ കയ്യിലേക്ക് എത്തിക്കുമ്പോഴേക്കും അതിന്റെ വില എന്ന് പറയുന്നത് വളരെ വലിയൊരു എമൗണ്ട് ആയിട്ട് മാറിയിട്ടുണ്ടാവും. കാരണം ഇത്രയും പ്രോസസ്സിനുള്ള എക്സ്പെൻസുകളും നമ്മൾ ആ പ്രൊഡക്റ്റിമ തന്നെയാണ് കയറ്റുന്നത്. അപ്പോൾ നമ്മുടെ അതിന്റെ MRP എന്ന് പറയുന്നത് അതിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ വലുതായിരിക്കും. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഡയറക്റ്റ് സെല്ലിങ്ങിൽ എന്താണ് നടക്കുന്നത്? ഡയറക്റ്റ് സെല്ലിങ്ങിൽ കമ്പനിയുടെ ഓണേഴ്സ് ആലോചിക്കുന്നത് ഇത്ര മാത്രമാണ്. ഇത്രയും എക്സ്പെൻസ് കൊടുത്തുകൊണ്ട് ഇതിനെ കൺസ്യൂമറിൽ എത്തിക്കുന്നതിന് പകരം എന്തുകൊണ്ട് ഇതിന്റെ എൻഡ് കൺസ്യൂമറെ തന്നെ ആദ്യമേ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന രീതിയിലേക്ക് മാറ്റിക്കൂടാ, എന്നിട്ട് അവർ വഴി തന്നെ റെക്കമെൻഡ് ചെയ്തുകൊണ്ട് എന്തുകൊണ്ട് മറ്റ് കൺസ്യൂമേഴ്സിനെ നമുക്ക് കണ്ടുപിടിച്ചുകൂടാ എന്നുള്ള ചിന്താഗതിയിൽ നിന്നാണ് ഈ ഡയറക്റ്റ് സെല്ലിങ്ങിന്റെ കോൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ ഡയറക്റ്റ് സെല്ലിങ്ങിൽ നടക്കുന്നത്, നിങ്ങൾ ആ ഒരു നെറ്റ്വർക്കിൽ ജോയിൻ ചെയ്യുന്നത് വഴി നിങ്ങൾ അവർക്ക് ഒരു പേയ്മെന്റ് കൊടുക്കുകയാണ്. നിങ്ങൾ കൊടുക്കുന്ന പേയ്മെന്റിന് ഇൻ എക്സ്ചേഞ്ച് ഓഫ് ദാറ്റ് മണി അവർ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് തരികയാണ്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പ്രൊഡക്ട്സ് അവർ നിങ്ങൾക്ക് തരികയാണ്. അപ്പോൾ സത്യത്തിൽ ഇവിടെ സാമ്പത്തികമായിട്ട് യാതൊരു രീതിയിലുള്ള തട്ടിപ്പും നടക്കുന്നില്ല. കാരണം നിയമപരമായിട്ട് നിങ്ങൾ പേ ചെയ്യുന്ന എമൗണ്ടിന് ഈക്വലന്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആ കമ്പനി നിങ്ങൾക്ക് തരികയാണ്. ഇനി നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്? നിങ്ങളുടെ ഫ്രണ്ട്സിനെയോ ഫാമിലി മെമ്പേഴ്സിനെയോ ഒക്കെ നിങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്യുക, അവരുടെ കയ്യിൽ നിന്ന് പേയ്മെന്റ് വാങ്ങിക്കൊണ്ട് ഇതേ സെറ്റ് ഓഫ് പ്രൊഡക്റ്റ് അവർക്കും കൊടുക്കുക. അങ്ങനെ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ താഴെയുള്ള ബ്രാഞ്ച് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പനിയുടെ ഏറ്റവും ടോപ്പിലുള്ള ആളുകൾക്ക് നോക്കുമ്പോൾ അവിടെ സത്യത്തിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കമ്പനിയുടെ പ്രൊഡക്റ്റിനെ നേരത്തെ പറഞ്ഞ പോലെ ഒരു അഡ്വർടൈസ്മെന്റ് കൊടുത്ത് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വഴി ഷോപ്പുകളിൽ എത്തിച്ച് അവിടെ നിന്ന് കൺസ്യൂമർ വാങ്ങുന്നതിന് പകരം നേരെ കൺസ്യൂമറിന്റെ കയ്യിലേക്ക് പ്രൊഡക്റ്റിനെ എത്തിക്കുകയാണ്. ഇതുവഴി കമ്പനിക്ക് നല്ല രീതിയിലുള്ള ലാഭം ഉണ്ടാവുകയും ആ ലാഭത്തിന്റെ ഒരു ചെറിയ പെർസെൻറ്റേജ് ഈ പറയുന്ന അഡ്വർടൈസ്മെന്റിനും ഡിസ്ട്രിബ്യൂഷനും കൊടുക്കുന്നതിന് പകരം എന്തുകൊണ്ട് ഈ കൺസ്യൂമേഴ്സിന് തന്നെ ഒരു ROI ആയിട്ട് കൊടുത്തുകൂടാ? അങ്ങനെയാണ് ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികൾ പ്രവർത്തിക്കുന്നത്. ഒരിക്കലും അവർ ഒരു പണമിടപാട് തട്ടിപ്പ് ചെയ്യുന്നില്ല. കാരണം അവരെ സംബന്ധിച്ച് നിങ്ങൾ പേ ചെയ്യുന്ന പൈസയ്ക്കുള്ള ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് അവർ തരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താണ് മണി ചെയിൻ എന്ന് കൂടി നോക്കാം. മണി ചെയിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്, മണി ചെയിൻ ഒരിക്കലും ഡയറക്റ്റ് സെല്ലിംഗ് പോലെയല്ല. കാരണം നിങ്ങൾ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഈക്വലന്റ് ആയിട്ട് അവർ ഒരു പ്രൊഡക്റ്റോ സർവീസോ നിങ്ങൾക്ക് തരുന്നില്ല എന്നുള്ളതാണ് മണി ചെയിനെ ഡയറക്റ്റ് സെല്ലിംഗിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. കാരണം ഡയറക്റ്റ് സെല്ലിംഗിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു പ്രൊഡക്റ്റ് കിട്ടും, അതുകൊണ്ട് തന്നെ അത് ലീഗലുമാണ്. മണി ചെയിനിൽ എന്താണ്? നമ്മളൊരു പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് നമുക്ക് തിരിച്ച് റിട്ടേൺ ആയിട്ട് ഒന്നും കിട്ടുന്നില്ല. അവർ ഓഫർ ചെയ്യുന്ന എന്തൊക്കെയോ വാഗ്ദാനങ്ങൾ ഉണ്ടായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇവിടെ ടൂർ പോകാം, കാർ കിട്ടും, സ്കൂട്ടർ കിട്ടും, അതുപോലെ അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ അവർ നിരത്തും. പക്ഷേ ഇതൊക്കെ വെറും വാഗ്ദാനങ്ങളോ ഓഫറോ മാത്രമായിരിക്കും. നിങ്ങൾക്ക് ഒരിക്കലും ലീഗലായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നേടിയെടുക്കാനായിട്ട് പറ്റില്ല. അതുപോലെ നിങ്ങൾ പേയ്മെന്റിന് നിങ്ങൾക്ക് ഈക്വലന്റ് ആയിട്ട് ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരു സർവീസോ അവർ തരുന്നില്ല എന്നുള്ളതാണ് മണി ചെയിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഒരിക്കലും മണി ചെയിനും ഡയറക്റ്റ് സെല്ലിങ്ങും തമ്മിൽ നിങ്ങൾ കൺഫ്യൂസ് ആവരുത്. അപ്പോൾ നിങ്ങൾക്ക് മണി ചെയിൻ എന്താണെന്ന് ഏകദേശം മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇല്ലെങ്കിൽ മണി ചെയിൻ എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കുക, ആ നെറ്റ്വർക്കിന്റെ ടോപ്പിലുള്ള ആളുകൾക്ക് ആവശ്യമായ പൈസ വരുന്നത് വരെ അതിനകത്ത് മെമ്പേഴ്സിനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ് അവർ ഉദ്ദേശിക്കുന്ന ഒരു ടാർഗറ്റ് എത്തുന്നത്. ആ ഒരു സമയത്ത് ആ ഒരു ചെയിൻ ബ്രേക്ക് ചെയ്തുകൊണ്ട് ആ പൈസയായിട്ട് അവർ അബ്സ്കൗണ്ട് ചെയ്യുക അല്ലെങ്കിൽ മുങ്ങിക്കളയുക എന്നുള്ളതാണ് മണി ചെയിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഡയറക്റ്റ് സെല്ലിങ്ങും മണി ചെയിനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വളരെ സിമ്പിളാണ്. ഒന്നിൽ നിങ്ങൾ പേയ്മെന്റ് ചെയ്യുമ്പോൾ ഈക്വലന്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് കിട്ടുന്നു, ദാറ്റ് ഈസ് ഡയറക്റ്റ് സെല്ലിംഗ്. ഒന്നിൽ നിങ്ങൾ പേയ്മെന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചൊന്നും കിട്ടുന്നില്ല, ഓഫറുകളും വാഗ്ദാനങ്ങളും മാത്രം കിട്ടുന്നു, ദാറ്റ് ഈസ് മണി ചെയിൻ. ഇങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ഇവർ തമ്മിൽ തിരിച്ചറിയുന്നത്.